ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇത് പാർട്ട്ണർഷിപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, +1 നമ്മൾ ഓൾറെഡി സോൾ ട്രേഡിംഗ് കൺസേണിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ആയിരുന്നു അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ഒന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. Then after trading account we will prepare profit and loss account അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് അല്ലേ. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, ദെൻ ഫൈനലി നൺ അതർ ദാൻ ബാലൻസ് ഷീറ്റ് അല്ലേ. നമ്മൾ ബാലൻസ് ഷീറ്റും വരച്ചു. ഇതായിരുന്നു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ. +1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി +2 നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കും. ഇത് വരയ്ക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. ദർ വിൽ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഏതാണ് വരയ്ക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കും. ഏത് വരയ്ക്കും? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് none other than balance sheet. So these are the financial statement of partnership firm. പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വരും. സോൾ ട്രേഡിങ്ങിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പരിചയമില്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, സോൾ ട്രേഡിംഗ് കൺസേണിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടി. നമുക്ക് വളരെ സിമ്പിളാണ് ട്രീറ്റ് ചെയ്യാൻ അല്ലേ. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇത് കൊടുക്കേണ്ടതല്ലേ, ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് ആർക്കാണ്? ഓണർക്കാണ് അല്ലേ. ഓണർക്ക് നമ്മൾ അങ്ങ് കൊടുക്കണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അല്ലേ. ആ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അതായത് സോൾ ട്രേഡറുടെ കേസിൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. നമുക്ക് ഈസി ആയിട്ട് ക്യാപിറ്റലിലേക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തേണ്ടതുണ്ട്. ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലൈക്ക് ഡ്രോയിങ്സ്, ദെൻ മീൻസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദെൻ സാലറി, ദെൻ കമ്മീഷൻ, ഇതുപോലെയുള്ള ചില കാര്യങ്ങളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോഫിറ്റിനെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇങ്ങനെയൊരു ഡിഫറൻസ് സോൾ ട്രേഡിംഗ് കൺസേണും അതുപോലെ പാർട്ട്ണർഷിപ്പ് തമ്മിൽ ഉണ്ട്. ഓക്കെ, ദെൻ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, തൊട്ട് താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു. അതിനോട് അനുബന്ധിച്ച് അതിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് വരയ്ക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. സോ ദിസ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. എന്തിനു വേണ്ടി? ടു ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, ടു ഡിസ്ട്രിബ്യൂട്ട് profit or loss, to distribute profit or loss among the partners in their profit sharing ratio mentioned in the partnership deed അല്ലേ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞ പ്രകാരം പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് in which we will distribute profit or loss among the partners. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റിനെ ലോസിനെ വീതിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്, പ്ലേസ് ആണ്, അക്കൗണ്ട് ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ?
പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു എ ലെഡ്ജർ അല്ലേ. ഒരു ലെഡ്ജറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണാം. ഇറ്റ് ഹാസ് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ഒക്കെ ഉണ്ട്. പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. ദിസ് ഇസ് എ ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എവിടുന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, ദെൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് പോവുകയാണ് അല്ലേ. അപ്രോപ്രിയേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ട്രേഡിംഗ് കഴിഞ്ഞു, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ റിസൾട്ട് ദാറ്റ് ഈസ് കോൾഡ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നെറ്റ് ലോസ് ഉണ്ടാവും. സോ വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിലും ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. നമ്മൾ അതിനെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ പ്രോഫിറ്റിന് ഏത് സൈഡിൽ വെക്കണം, അല്ല ഈ ലോസിന് ഏത് സൈഡിൽ വെക്കണം. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്ത് ബാലൻസ് ആണ് പ്രോഫിറ്റിന്, എന്ത് ബാലൻസ് ആണ് ലോസിന്. പ്രോഫിറ്റിന്റെ ബാലൻസ് നമുക്കറിയാലോ, എന്ത് ബാലൻസ് ആ? പ്രോഫിറ്റ് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. സോ നെറ്റ് പ്രോഫിറ്റ്, ഇവിടെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം ഇത് പ്രോഫിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. സോ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഫോർമാറ്റിൽ ഞാൻ എന്ത് എഴുതാണ്? ഇവിടെ എഴുതുകയാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഞാൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി നെറ്റ് ലോസ് ആയിരുന്നെങ്കിൽ രണ്ടും ഒരുമിച്ച് വരുമോ? നെറ്റ് പ്രോഫിറ്റ് ലോസ് ഒരുമിച്ച് വരുമോ? നെവർ. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്, നെറ്റ് ലോസ് ആയിരുന്നെങ്കിലോ ദാറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം ദാറ്റ് ഈസ് നെറ്റ് ലോസ്. അത് എന്താണ്? നെറ്റ് ലോസിനെയാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. പ്രോഫിറ്റ് ആണെങ്കിൽ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്, ലോസ് ആണെങ്കിൽ ഓൺ ദി ഡെബിറ്റ് സൈഡ്. റൂൾ എന്താണ്? പ്രോഫിറ്റിന്റെ ബാലൻസ് ആണ്. ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ലോസിന്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ദാറ്റ്സ് വൈ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ക്ലിയർ ആണല്ലോ, പിക്ചർ ക്ലിയർ ആണല്ലോ. ഓക്കെ, ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിന് നമ്മൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുക. അതിനെയാണല്ലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം പ്രോഫിറ്റിന്റെ അളവ് കുറയുമല്ലോ അല്ലേ. നമുക്ക് ഉണ്ടായിരിക്കുന്ന ഈ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് എടുത്തു കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തു കൊടുക്കുന്നത്. സോ പ്രോഫിറ്റിന്റെ അളവ് കുറയണം. പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലുള്ളത് കുറയണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലേ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് പ്രോഫിറ്റ് കുറയണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓർ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ഉണ്ട്, ബി എന്ന് പറയുന്ന പാർട്ട്ണർ. അപ്പം എക്ക് കൊടുക്കാനുള്ളത് ഇത്രയാണ്, ബിക്ക് കൊടുക്കാനുള്ളത് ഇത്രയാണ്. സോ ഇതിന്റെ ടോട്ടൽ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ് കാണിച്ചത്? ഡെബിറ്റ് സൈഡിൽ. എന്തുകൊണ്ടാണ്? പ്രോഫിറ്റിൻ്റെ അളവ് കുറയുന്ന ഐറ്റമാണ്. ഫൈൻ. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, മിസ്റ്റർ എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ സാലറി ഓഫ് 5,000 ഓർ 6,000. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും എക്ക് സാലറി കൊടുക്കണം. സോ സാലറി ഇതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ അളവ് കുറയണം. പ്രോഫിറ്റിൻ്റെ അളവ് കുറയണമെങ്കിൽ ആ ഐറ്റത്തെ ഡെബിറ്റ് സൈഡ് കാണിക്കണം. സോ സാലറി എടുത്തു കൊടുക്കുന്ന സമയത്ത് പ്രോഫിറ്റിൻ്റെ അളവ് കുറയണം. സോ സാലറിയെ ഞാൻ എവിടെ കാണിച്ചു? ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. സാലറി ടു പാർട്ട്ണർ. ഞാനിവിടെ എക്ക് ആണെങ്കിൽ സാലറി ടു എ എന്ന് എഴുതി ഞാൻ എമൗണ്ട് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തു. ക്ലിയർ ആണല്ലോ, പോയിന്റ് വളരെ ക്ലിയർ ആണല്ലോ. ഫൈൻ. ദെൻ സാലറി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡ് പറയുന്നുണ്ട് മിസ്റ്റർ ബി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് 10,000. ബിക്ക് നിങ്ങൾ 10,000 കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. കാരണം കമ്മീഷൻ എടുത്ത് കൊടുക്കുന്ന സമയത്ത് പ്രോഫിറ്റിന്റെ അളവ് കുറയണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. Therefore ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ആസ് കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ. ഓക്കെ,
കമ്മീഷൻ ടു ബി ആണെങ്കിൽ ബി അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കൊടുത്ത ശേഷം നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയണം. നമുക്ക് അങ്ങനെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് നമുക്ക് റിസർവിലേക്ക് മാറ്റി വെക്കണം. എങ്ങോട്ട് മാറ്റി വെച്ചോളൂ? റിസർവിലേക്ക് മാറ്റി വെച്ചോളൂ. ഇപ്പോൾ പാർട്ട്നേഴ്സിന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിസിനസ്സിൻ്റെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? റിസർവിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസർവ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, റിസർവ്. ഓക്കെ, റിസർവ് നമ്മൾ റിസർവിലേക്ക് കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരേണ്ട കുറേ കാര്യങ്ങൾ, ഓക്കെ, റിസർവിൻ്റെ എമൗണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞു. എന്തൊക്കെയാ വരിക? പാർട്ട്ണർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതെടുത്ത് കൊടുക്കുമ്പോൾ പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഞാൻ ഒരു പാർട്ട്ണർ കൊടുക്കുന്ന സാലറി കൊടുക്കുന്ന സമയത്ത് പ്രോഫിറ്റിൻ്റെ അളവ് കുറയണം, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ദെൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. റിസർവിലേക്ക് മാറ്റി വെക്കുമ്പോഴും പ്രോഫിറ്റിൻ്റെ അളവ് കുറയും, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന പ്രോഫിറ്റ് അല്ലാത്ത ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്തായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? എന്തായിരുന്നു? നമ്മൾ പേഴ്സണൽ പർപ്പസിന് ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ചോദിക്കും. ആരോട്? ഈ പാർട്ട്നേഴ്സിനോട്. പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? ബിസിനസ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുക അല്ലേ? പ്രോഫിറ്റിൻ്റെ അളവ് എന്ത് ചെയ്യുക? കൂടുകയാണ് ചെയ്യേണ്ടത്. കൂടേണ്ടത് കൊണ്ട് നമ്മളിവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡ് കാണിക്കും. സോ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് യു ക്യാൻ സീ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇപ്പം എയുടെ കയ്യിൽ നിന്നുള്ള ഉണ്ടാവും അല്ലേ? എ എന്ന് പറയുന്ന പാർട്ട്ണർ തന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവും, ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ നമ്മൾ ഇവിടെ എടുത്ത് എഴുതും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൺ ദി ക്രെഡിറ്റ് സൈഡ് യു ക്യാൻ സീ പ്രോഫിറ്റ്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓൺ ദി ഡെബിറ്റ് സൈഡ് യു ക്യാൻ സീ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, റിസർവ്. ദെൻ ലോസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലോസ് എവിടെ എഴുതിയിരുന്നേ? നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഇല്ല. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഫൈൻ. ദെൻ ഇതെല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഓൾവേസ് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഫൈൻ, ഞാൻ ബാലൻസ് ചെയ്യുന്നു. ഞാൻ രണ്ട് സൈഡും നോക്കി. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഓക്കെ, പ്രോഫിറ്റിൻ്റെ സൈഡാണ് കൂടുതലുള്ളത്. ഞാനിവിടെ ടോട്ടൽ ചെയ്തു. ഓക്കെ, ടോട്ടൽ ചെയ്തു. സെയിം ടോട്ടൽ ഞാൻ ഡെബിറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്തു. ഇനി ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ? ഈ എമൗണ്ടിൽ നിന്ന് ഇതൊക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബാലൻസ്. ഓക്കെ, സോ ഐ ജസ്റ്റ് ഡിഡക്ട് ഓൾ ദിസ് എമൗണ്ട് ഫ്രം ദിസ് ടോട്ടൽ. ഈ ടോട്ടലിൽ നിന്ന് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കൊരു ബാലൻസ് കിട്ടി. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടി. ദിസ് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. ഇതെന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. ഓക്കെ, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം അല്ലേ? അപ്പം ഞാൻ സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് എയുടെ ക്യാപിറ്റലിലേക്കും പോകണം, ബിയുടെ ക്യാപിറ്റലിലേക്കും പോകണം. എങ്ങനെയാ പോവാ? എനിക്ക് തോന്നിയതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ? നോ, ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എങ്ങനെ കൊടുക്കേണ്ടത്? ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മെൻഷൻഡ് ഇൻ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്തായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ വർഷം ഓക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എവിടെയുള്ളത്? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ ഈ രണ്ട് കാര്യങ്ങളല്ലേ? അപ്പോൾ ഇതിനെ, ഈ പ്രോഫിറ്റിനെയും ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് പോർഷനെ ഡിഫറെൻറ്റ് രൂപങ്ങളാക്കി അല്ലേ? ഡിഫറെൻറ്റ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് അല്ലേ? ഇറ്റ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇറ്റ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് സാലറി, ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് കമ്മീഷൻ, മേ ബി ട്രാൻസ്ഫർ ടു റിസർവ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. Profit and loss appropriation account is an extension of profit and loss account in which we will distribute profit as interest on capital, as commission or salary or reserve. Then finally we will distribute the rest of the profit
ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, അപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ദെൻ ഇൻഡോഡമിയുടെ കംപ്ലീറ്റ് ക്ലാസ്, പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരുന്ന കംപ്ലീറ്റ് അക്കൗണ്ടിങ് ക്ലാസ്, അതുപോലെ +2 മുഴുവൻ സബ്ജക്ട്സും, കൊമേഴ്സ് റിലേറ്റഡ് മുഴുവൻ സബ്ജക്റ്റും, അതുപോലെ ഹ്യൂമാനിറ്റീസ്, സയൻസ് വിഷയങ്ങൾ ലേണിംഗ് ആപ്പിലൂടെ, ഇൻഡോഡമിയുടെ ലേണിംഗ് ആപ്പിലൂടെ അവൈലബിൾ ആണ്. ഫോർ മോർ ഡീറ്റെയിൽ യു ക്യാൻ കമൻറ്റ് ഓർ ഇൻ ടച്ച് വിത്ത് ഇൻഡോഡമി. താങ്ക് യു.